മക്കളെ, ഇന്ന് നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേമിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 25 മാർക്കാണ് നിങ്ങൾക്ക്, 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിക്കുക. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ചൽ ഗതിവിധിയാം ദീ ഗയി ഹെ 5 के ഉത്തർ ലിഖിയേ. നിങ്ങൾക്കിവിടെ 6 ആക്ടിവിറ്റിയാണ് ചെയ്യാനുണ്ടാവുക. അതിൽ നിങ്ങൾ 5 എണ്ണത്തിന് ആൻസർ എഴുതുക. 6 എണ്ണം ചെയ്യാനുണ്ടായിരിക്കും. 5 എണ്ണത്തിന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. നിങ്ങൾക്ക് പ്രയാസമുള്ള, ഏറ്റവും പ്രയാസം എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യണ്ട. 6 എണ്ണത്തിൽ 5 എണ്ണം മാത്രം ചെയ്യാം. ഓക്കെ, എല്ലാവരും അക്ഷരങ്ങളൊക്കെ പഠിച്ച് വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കവിതാംശ് പഠേം और प्रश्नों के उत्तर लिखें. കവിത, ഇവിടെ തന്നിരിക്കുന്ന കവിത ഉണ്ടല്ലോ, ഈ കവിതാ ഭാഗം വായിക്കുക. എന്നിട്ട് ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. കണ്ടോ, താഴെ കാന്ന് എഴുതിയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുക. ഇതിൽ 3 ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. കണ്ടില്ലേ, ക ഖ ഗ 3 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ തന്നിട്ടുള്ളത്. രണ്ടാമത്തത് ഇവിടെ 2 നമ്പർ കൊടുത്തിട്ട് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഗതിവിധി 2 ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ തൊട്ട് മുകളിൽ വരെയാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഇവിടെ തന്നിരിക്കുന്ന സൂചന അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെയുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കാം. ചിടിയാം ആയി പ്യാരി പ്യാരി ചിടിയാം ആയി. സുന്ദർ സുന്ദർ ചിടിയാം ആയി ഉड़ती उड़ती चिड़ियाम आई. फुदक फुदक कर चिड़ियाम आई മേരി പ്യാരി ചിടിയാം ആയി. കണ്ടോ, ഇതിൽ ചിടിയാം നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പ്യാരി എന്നും കാലി എന്നും. നിങ്ങൾക്ക് എഴുതാനായിട്ടൊരു ബോക്സ് കണ്ടോ, പ്യാരി, അതുപോലെ തന്നെ എന്താണ്, കാലി. ചിടിയാം എന്ന് നമ്മൾ ഇതിൽ എന്താ പഠിച്ചത്, ചിടിയാം ആയി പ്യാരി പ്യാരി ചിടിയാം ആയി അല്ലേ? എന്താ പഠിച്ചത്, പ്യാരി എന്നാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പൊ ഇതാണ് നമ്മൾ എഴുതേണ്ടത്, പ്യാരി. കണ്ടോ, ഈ പ്യാരി എന്നാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നോക്കൂ, ആൻസർ എഴുതിയത് കണ്ടോ, പ്യാരി. ഇങ്ങനെ പ്യാരി എന്ന് എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമാൻ ധ്വനി വാലെ ശബ്ദ ലിഖിയേ. നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് തന്നെയായിരിക്കും ആൻസർ എഴുതേണ്ടത്. നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നെ ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടായിരിക്കും, അവിടെ നിങ്ങൾ ആൻസർ എഴുതുക. അടുത്തത് സമാൻ ധ്വനി വാലെ ശബ്ദ ലിഖിയേ എന്നാണ്. പ്യാരി പ്യാരി, സമാൻ ധ്വനി ഒരേപോലെയുള്ളതാണ് ചോദിച്ചത്. പ്യാരി പ്യാരി, കണ്ടോ, ഒരേപോലെ പ്യാരി പ്യാരി. ഇനി അതേപോലെ ഒരുപോലെയുള്ളത് അടുത്ത വരിയിൽ ഏതാണെന്ന് നോക്കുക. നോക്കിയിട്ട് കണ്ടെത്തുക നിങ്ങൾ. ഇതാ ഒരുപോലെയുള്ളത് കണ്ടോ, സുന്ദർ സുന്ദർ. അടുത്തത് ഉടുത്തി ഉടുത്തി, ഒരേപോലെ 2 എണ്ണം അടുത്തടുത്ത് വരുന്നത്. ഫുദക്ക് ഫുദക്ക്, ഇതൊക്കെ ഒരേപോലെ വരുന്നതാണ് അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇവിടേക്ക് എഴുതി കൊടുക്കേണ്ടത്. പ്യാരി പ്യാരി, സുന്ദർ സുന്ദർ, ഉടുത്തി ഉടുത്തി, ഫുദക്ക് ഫുദക്ക്. ആൻസർ നോക്കാം. ദാ സുന്ദർ സുന്ദർ, ഉടുത്തി ഉടുത്തി, ഫുദക്ക് ഫുദക്ക്. കണ്ടല്ലേ? ഇനി അടുത്തത് ശീർഷക ലിഖിയേ. അടുത്തതായിട്ട് നിങ്ങൾ ഇത് കവിതയ്ക്ക് ഒരു പേര് കൊടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു കവിത ഉണ്ട്, പക്ഷെ ഈ കവിതയ്ക്ക് പേര് കൊടുത്തിട്ടില്ല. നിങ്ങളോട് എന്താ പറഞ്ഞത്, നിങ്ങളോട് ഈ കവിതയ്ക്ക് ഒരു പേര് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഈ കവിത ശരിക്കും നോക്കിയിട്ട് ഇത് എന്തിനെ കുറിച്ചുള്ള കവിതയാണ് എന്ന് നോക്കാം. ചിടിയാം അല്ലെ, പക്ഷീനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിടിയാം എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ചിടിയാം ആയി, ഇതാ ഇവിടം വരെയുള്ള പേര് കൊടുക്കാം. പ്യാരി പ്യാരി ചിടിയാം അങ്ങനെ കൊടുക്കാം. സുന്ദർ ചിടിയാം കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇതില് കൊടുക്കാൻ താല്പര്യമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ
അത് നിങ്ങൾക്ക് അതിൻ്റെ പേരായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചിടിയാം ആയി എന്നാണ് ഞാനിവിടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത നോക്കാം. സൂചന പ്രൊഫൈൽ പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തരലിഖേം. ഇവിടെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ഈ പ്രൊഫൈലിനനുസരിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ ഈ പ്രൊഫൈലിലുള്ള പേര് നീനു. നിങ്ങൾ പഠിച്ചതാണല്ലേ പേരൊക്കെ. സ്വന്തം പേരെഴുതാൻ എല്ലാവരും പഠിച്ചില്ലേ? അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ പേര് നീനു എന്നാണ്. ഇവിടെ നിങ്ങളുടെ പേരെഴുതാം. അതുപോലെ തന്നെ കക്ഷ 5 ക്ലാസ് 5 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങളും 5ാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതന്നെ എഴുതിയാൽ മതി, 5 എന്ന് എഴുതിയാൽ മതി. സ്കൂൾ GUPS നഗരൂർ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിന്റെ പേരാണ് എഴുതേണ്ടത്. മനസ്സിലായ? നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര്. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര് നിങ്ങൾ ആദ്യ പേജിലുള്ളത് കൊണ്ട് തന്നെ എഴുതി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും കൂടെ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ ആയു ആണ് വയസ്സ്. വയസ്സാണ് എഴുതേണ്ടത്. നിങ്ങളുടെ വയസ്സ് എത്രയാണോ അത് എഴുതുക. ഇതിൽ 10 ആണ്. ആ 10 തന്നെ നിങ്ങൾക്ക് എഴുതാം. 10 വയസ്സ്. 10 വയസ്സായിരിക്കും 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 10 എന്ന് എഴുതാം. ഇനി 11 വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിലും 10 തന്നെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. നീനു കി ആയു കിത്തനി ഹേ. നീനുവിന്റെ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നീനുവിന്റെ വയസ്സ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയു കണ്ടോ? ആയു ഇവിടെയുണ്ട്. ആയു ഒരേപോലെ. ആയു കിത്തനി എത്രയാണ് പറഞ്ഞത്? ആയു 10. അപ്പൊ ഈ ബോക്സിൽ എത്ര എഴുതേണ്ടത്? 10 എന്ന് എഴുതാം. അത് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? 10 എന്ന് എഴുതാം. നോക്കാം നമുക്ക്. 10 അങ്ങനെ എഴുതാട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പനെ ബാരെ മേലിക്ക്. നിങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പനെ ബാരെ മേലിക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞല്ലോ. നിങ്ങളെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പനെ സ്വന്തമായിട്ട് നിങ്ങളെ കുറിച്ച് എഴുതാം. നാം പേരെഴുതണം, ക്ലാസ് എഴുതണം, സ്കൂൾ എഴുതണം, വയസ്സ് എഴുതണം. പേരും ക്ലാസ്സും വയസ്സും സ്കൂളും എഴുതണം. ഇവിടെ എഴുതിയിരിക്കുന്നത് പേര് അമേയ എന്നാണ്. ഞാനൊരു പേര് എഴുതിയത്. നിങ്ങളുടെ പേര് എന്താണോ ആ പേര് നിങ്ങൾ എഴുതാം. എന്താണ് പേര്? ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന പേര് അമേയ എന്നാണ്. നിങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഓരോ കുട്ടിയും അവനവന്റെ പേര് ഇവിടെ ഹിന്ദിയിൽ എഴുതാം. പിന്നെ ക്ലാസ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5. അത് അങ്ങനെ തന്നെ എഴുതാം. 5 5ാം ക്ലാസ്സിലാണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ 5 എന്ന് തന്നെ എഴുതാം. സ്കൂളിന്റെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര് എഴുതി പഠിക്കുക. എല്ലാവരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര് ഹിന്ദിയിൽ എഴുതി പഠിക്കുക. എക്സാമിന് ഉണ്ടാവും അത് കേട്ടോ. പിന്നെ വയസ്സ് അത് 10 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂചന ചിത്ര കേലിയെ ശബ്ദ ലിഖേ. ഇവിടെ ഞങ്ങൾക്ക് കുറെ പിക്ചർ തന്നിട്ടുണ്ട്. കണ്ടോ? പക്ഷിയുണ്ട്, മരമുണ്ട്, ഞണ്ട്, മീൻ, വീട്. ഇത്രയും നിങ്ങൾക്ക് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ. അതിന്റെ പേരൊക്കെ താഴെ തന്നിട്ടുണ്ട്. ഗർ, പേട്, ചിടിയ, കേക്കട, മച്ചലി. അപ്പോ ഇതിൽ നിങ്ങൾ പഠിച്ചതാണ് ഓരോന്നിനും അല്ലേ? മരത്തിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഈ പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ ഇവിടേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നേരത്തെ ആദ്യം നന്നായിട്ട് പഠിച്ചു വെച്ച ആൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് മറന്നു പോയ കാര്യം ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നോക്കിയിട്ട് വേഗം ഈ പിക്ചറിന് നേരെ താഴെ നിങ്ങൾ പേരെഴുതി കൊടുക്കുക. അപ്പൊ ഇത് ചിടിയ ആണല്ലേ? ചിടിയ. അതാ ഇതാണ് ചിടിയ. കണ്ടോ? ഇതാണെന്ത്? ചിടിയ. ചിടിയ. അത് ഇവിടെ ഈ ചിടിയ ഇവിടെയാണ് എഴുതേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇത് പേടാണ് അല്ലേ? പേട്. ഇതെന്താണ്? പേട്. പേടാണ് മരം അല്ലേ? പിന്നെ ഇത് കേക്കട. എന്താ? കേക്കട. ഇത് മച്ചലി. കണ്ടാ? മച്ചലി. എന്താണ്? മച്ചലി.
ഇനി ഇതെന്താണ്? ഗർ. കണ്ടോ? ദ ഗർ. ഗർ. ഇതാണ് ഗർ. പേരെഴുതിയതൊന്ന് നോക്കാം നമുക്ക്. പേരെഴുതിയത് ചിടിയ, പേട്, കേക്കട, മച്ചലി, ഗർ. കണ്ടില്ലേ? ചിടിയ ഫസ്റ്റത്തെ ആൻസർ എന്താണ്? ചിടിയ. അതാണ് ചിടിയ. ഇനി അടുത്തത് നോക്കാം. പേട്. കണ്ടോ? ഏതാണ് പേട്? ഇതാണ് പേട്. ഇനി ഇതിൻ്റെ നോക്കാം നമുക്ക്. കേക്കട. കേക്കട. കണ്ടോ? കേക്കട. ഇനി അടുത്തത് നോക്കാം. ഇതെന്താണ്? മച്ചലിയാണ്. ഇതാ മച്ചലി. ഇനി അടുത്തത് നോക്കാം. ഇത് ഗറാണ് അല്ലേ? എങ്ങനെയാണ് എഴുതുന്നത്? ഗർ. കണ്ടില്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പേട്, ദാ ചിടിയ, ദാ ചിടിയ, പേട്, കേക്കട, മച്ചലി, ഗർ. അല്ല അവിടെയാണ് ഗർ. ഫസ്റ്റിൽ ഇതിന്റെ ഗർ. കണ്ടോ? അപ്പൊ അങ്ങനെ നിങ്ങൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ശരിക്കും നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇനി അടുത്തത് ഉചിത വാക്യാംശ ചുനുക്കർ ചിത്രക്കെ നീച്ചെ ലിഖിയേം. ഇവിടെ ഓരോ ചിത്രങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ പഠിച്ച ചിത്രമാണിത്. പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷി കൂടുണ്ടാക്കുന്നത്, തിനുക്കാന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അതില് പക്ഷി ഇതാ പുൽക്കൊടിയായിട്ട് വന്ന് കൂടുണ്ടാക്കുന്നു. പിന്നെന്താണ്? പക്ഷി കുഞ്ഞുങ്ങൾ കൂടിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ പഠിച്ചു. പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു. പക്ഷി പറന്നു പോകുന്നു. ഒരു പക്ഷി ഇതവിടെ നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ സെന്റൻസ് ആയിട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾ കണ്ടെത്തിയിട്ട് ഓരോ ചിത്രത്തിന്റെയും താഴെ എഴുതാം. യഹ് ചിടിയാ ഹേ. ഇത് പക്ഷിയാണ്. ഇതിന് നേരെ താഴെയാണ് അത് എഴുതി കൊടുക്കേണ്ടത്. യഹ് ചിടിയാ ഹേ. ഇത് പക്ഷിയാണ് അല്ലെ? അതൊരു പക്ഷിയാണ്. യഹ് ചിടിയാ ഹേ എന്ന് എഴുതാം. ഇവിടെ അങ്ങനെ യഹ് ചിടിയാ ഹേ എന്ന് എഴുതാം. चिड़िया तिनकों से घर बनाती है. चिड़िया तिनकों से घर बनाती है. അതാ ചിടിയ കണ്ടോ? തിനക്കിയായിട്ട് വരികയാണ്. പക്ഷിക്കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷി തിനക്കയുമായിട്ട് വരുന്നു. കണ്ടില്ലേ? പക്ഷി പക്ഷിക്കൂടുണ്ടാക്കാൻ വേണ്ടി തിനക്കയുമായിട്ട് പുൽക്കൊടിയുമായിട്ട് വരുന്ന ചിത്രമാണിത്. അപ്പൊ നമ്മള് ചിടിയ തിനക്കോം സേ ഗർ ബനാത്തി ഹേ എന്ന ഈ സെന്റൻസ് ഇതിന്റെ നേരെ താഴെയാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ചിടിയ ഉഡ്ത്തി ഹേ. പക്ഷി പറക്കുന്നു. ഇതാ കണ്ടോ? ഒരു പക്ഷി പറന്നു പോകുന്ന പിക്ചർ കണ്ടില്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ചിടിയ ഉഡ്ത്തി ഹേ. പക്ഷി പറക്കുന്നു. ഇതിന് നേരെ താഴെ എഴുതാം. അടുത്തത് ചിടിയാക്കെ ബച്ചേ ഉഡ് ജാത്തേ ഹേ. പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നതാ. പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോകുന്ന പിക്ചർ ഇവിടെയാണുള്ളത്. കണ്ടോ? പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു. അടുത്തതോ ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ. വീടിനുള്ളിൽ അതായത് പക്ഷിക്കൂടിനുള്ളിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ ഉണ്ട്. ഇതാണ് കണ്ടോ? പക്ഷിക്കൂടിൻ്റെ ഉള്ളിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ചിത്രം ഇതാണ്. അപ്പം ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ ഈ സെന്റൻസ് നമ്മൾ ഈ ചിത്രത്തിന് നേരെ താഴെയാണ് എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആൻസർ എഴുതിയതൊന്ന് നോക്കാം. അതാ യഹ് ചിടിയാ ഹേ, चिड़िया उड़ती है, चिड़िया तिनकों से घर बनाती है, घर के अंदर चिड़िया के बच्चे हैं, चिड़िया के बच्चे उड़ जाते हैं. കണ്ടല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സഹി മിലാൻ കർക്കെ ലിഖിയേ. സഹി മിലാൻ പറഞ്ഞാല് മാച്ച് ചെയ്യാം, ശരിയായതിനെ യോജിപ്പിക്കാം. ഇത് പാഞ്ച് എന്നാണ് എഴുതിയത്. പാഞ്ച് പറഞ്ഞ എത്രയാണ് എണ്ണം? പാഞ്ച് 1 2 3 4 5. പാഞ്ച് പറഞ്ഞ എത്രയാണ്? 5 ആണ്. 1 2 3 4 5. 5നെയാണ് എന്ത് പറയുന്നത്? പാഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാഞ്ചിന് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടതാണ് 5. ഇതാ ഈ 5ന്റെയാണിത്. കണ്ടാ? 5ൻ്റെതാണ് പാഞ്ച്. പിന്നെ അടുത്തത് തീൻ 3. ഇതാ ഇവിടെയാണ് തീൻ, ഇവിടേക്കാണ്. അടുത്തത് ഏക്. ഏക് ദോ. കണ്ടോ?
അപ്പൊ ഇത് എങ്ങനെ ചോദിച്ചാലും ഇത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 മുതൽ 5 വരെ എങ്ങനെയാണ് എഴുതുക എന്ന് നിങ്ങൾ എഴുതി പഠിക്കണം. 1 മുതൽ 5 വരെയുള്ള എണ്ണം പറയുന്നത് എങ്ങനെ, എഴുതുന്നത് എങ്ങനെ. 1 2 3 4 5 പറഞ്ഞ് പഠിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തതെന്ന്. അതാ ഫസ്റ്റ് 1 കണ്ട, 1 1, 2 2, 3 3, 4 4, 5 5. ഇനി അടുത്തത് നോക്കാം. രംഗ് വരെയും നിറം നൽകാനാണ് പറഞ്ഞത്. നിറം നൽകാൻ. ഇതോട് കൂടിയിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. 6 ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾ 6 എണ്ണം ചെയ്യണ്ട, 5 എണ്ണം മാത്രം ചെയ്താൽ മതി. ഇതില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ 1 2 3 4 എന്ന് തന്നത് കണ്ടില്ലേ? ഇതിൽ നിങ്ങൾ ഈ തന്നിരിക്കുന്ന സ്പേസിൽ എന്താ ചെയ്യേണ്ടത്? 1 എന്ന് എഴുതിയ സ്ഥലത്ത് ഇവിടെ എന്താണ് എഴുതിയതെന്ന് വായിച്ചു നോക്കുക. നീല എന്നാണ് എഴുതിയത്. ഇവിടെയൊക്കെ കളറാണ്, കളറിന്റെ പേരാണ്. അപ്പൊ ഈ നീല എന്ത് ചെയ്യണം? ഈ 1 എന്ന ഈ സ്പേസിൽ നമ്മൾ നീല കളർ കൊടുക്കുക. നീല കളർ കൊടുക്കുക. അടുത്തത് ലാലാണ്, റെഡ്, ചുവപ്പ് കളർ. അപ്പൊ ഈ 2 ഇതിൽ എന്ത് ചെയ്യുക? ചുവന്ന കളർ കൊടുക്കുക. അടുത്തത് 3 കാല, ബ്ലാക്ക്, കറുത്ത കളറാണ്, കറുത്ത കളർ ഇവിടെ കൊടുക്കുക. അടുത്തത് 4 ഹര, പച്ച, പച്ച കളറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്, ഗ്രീൻ ട്ടോ. ഇവിടെയാണ് നമ്മൾ പച്ച കളർ കൊടുക്കുക. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ കളറൊന്നും കൊടുത്തിട്ടില്ല. കളറൊക്കെ നിങ്ങൾ കൊടുക്കുക. നമുക്ക് നോക്കാം. ഏതാ നീല പറഞ്ഞ നീല കളറാണ്, ലാൽ ചുവപ്പ്, കാല കറുപ്പ്, ഹര പച്ച. അപ്പൊ ആ നിറങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കളറൊക്കെ നിങ്ങൾക്ക് കളർ ചെയ്യാനുള്ള സ്പേസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ അതേ കളർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ മോഡൽ. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യന്റെ ഒരു മോഡലാണിത്. ഇത് നിങ്ങൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ടീച്ചറിന്റെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. എല്ലാവരും അക്ഷരങ്ങൾ പഠിക്കുക, നന്നായിട്ട് വായിക്കാൻ പഠിക്കുക. ഓക്കെ.